പരിപാടിയൊക്കെ കൊള്ളാം. പക്ഷെ അവർക്ക് പാടാനും കൂടെ അറിയുമെങ്കിൽ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇങ്ങനെ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യാ വണക്കം. നന്ദഗോവിന്ദം ഭജൻസ് ഞാൻ ഇതുവരെ തൊടാത്തൊരു സാധനമാണ് ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നത്. തൊടേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. പക്ഷേ ഒരുപാട് ആൾക്കാർ നന്ദഗോവിന്ദം ഭജൻസിനെ പ്രകീർത്തിച്ചുകൊണ്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരടക്കം ചെയ്യുന്നുണ്ട്. അവർ റീച്ചും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ റീച്ച് അല്ലല്ലോ നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന ഒരു സാധനം ആർക്കും ദ്രോഹമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ നന്ദഗോവിന്ദം ഭജൻസ് ക്ഷേത്രത്തിൽ ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അവർ ക്ഷേത്രത്തിലേക്ക് ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോഴും പല ആൾക്കാരും പറയുന്നുണ്ട് ജൻസികളെ ഒരുപാട് ക്ഷേത്രത്തിലേക്ക് നന്ദഗോവിന്ദം ഭജൻസ് ഇങ്ങനെ ആകർഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ടേക്ക് വ്യത്യസ്തമാണ്. ജൻസികളെക്കാൾ ഉപരി കൂടുതലും ഭക്തകുചേലന്മാരായിട്ടുള്ള ആൾക്കാരെയാണ് നന്ദഗോവിന്ദം ഭജൻസ് ക്ഷേത്രത്തിലേക്ക് ആകർഷിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും ഈ ഭക്തിയിൽ കുളിച്ചു കിടക്കുന്ന സ്ത്രീകളാണ് പ്രധാനമായിട്ടും നന്ദഗോവിന്ദം ഭജൻസിൻ്റെ ഭജൻ കാണാൻ കൂടുതലായിട്ടും വരുന്നത്. കമ്പയറിങ് ടു MG ശ്രീകുമാർ അണ്ണൻ്റെ ഷോ. ഞാൻ MG ശ്രീകുമാർ അണ്ണൻ്റെ ഷോ ഞാൻ കാണാൻ പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളൊരു വ്യക്തി ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജയചന്ദ്രൻ, ഭാവഗായകൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ഭാവഗായകൻ ജയചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ ഉണ്ടല്ലോ, മറ്റേ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോ മലുറക്കമാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് വട്ടമാണ് കേട്ടിരിക്കുന്നത്. കേട്ട് 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 മതി രീതിയില്ല, അങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെയാണ് എനിക്ക് MG ശ്രീകുമാറിനോടുള്ള ഇഷ്ടം, പ്രണയം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ശബ്ദമാധുര്യത്തോടുള്ള ഒരു അഭിനിവേശം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഞാൻ എവിടെ ആയിരുന്നാലും ഞാൻ പോകും. അങ്ങനെ ഞാൻ MG ശ്രീകുമാറിൻ്റെ ഷോ കാണാൻ പോകുമ്പം നമ്മൾ കാണുന്നത്, അതായത് ഞാൻ കാണുന്നത് ജൻസികളുടെ ഒരു കടലാണ്. ഇവർ അങ്ങനെ കടന്ന് നിലവിളിക്കുന്നു. MG അണ്ണ പമ്പാ ഗണപതി പാട്, MG അണ്ണ മറ്റത് പാട്, MG അണ്ണ ഭഗവാൻ ശിവനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുപാട്, അങ്ങനെ പാട് ഇങ്ങനെ പാടെന്നൊക്കെ പറഞ്ഞ് MG ശ്രീകുമാർ ആണെങ്കിലോ അവരിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ നിൽക്കും എന്നുള്ളതാണ് MG ശ്രീകുമാറിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്. പക്ഷേ ഇത് ഭജനയാണ്. ഞാൻ പറഞ്ഞത് കമ്പയറിങ് ടു MG ശ്രീകുമാറിൻ്റെ ഗാനമേള നന്ദഗോവിന്ദം ഭജൻസ് ജൻസികളെ കമ്പയറിങ് ടു ആകർഷിക്കുന്നത് കുറവാണ്. ഇത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായമാണ്. ഇനി കാര്യത്തിലേക്ക് വരാം. ഈ നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്ന അവർ ഒരു വിവാദത്തിൽ ഏർപ്പെടുന്നത് എപ്പോഴാണ്? അവർ ക്ഷേത്രത്തിനകത്ത് ക്രിസ്തീയ ഭക്തിഗാനം പാടി എന്ന് പറഞ്ഞാണ് ഒരു വിവാദത്തിൽ ഏർപ്പെടുന്നത്. ഞാനിതിൽ എൻ്റെ ടേക്ക് നേരത്തെ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞത് ക്ഷേത്രത്തിനകത്ത് അത് പാടാനായിട്ട് പറ്റില്ല. ക്ഷേത്രം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ റഹീം MP ഒരു ക്ഷേത്രത്തിനകത്ത് കയറിയിട്ട് ഇത് മതേതര മണ്ണാണ്, മതേതര മനസ്സാണ്, തേങ്ങാക്കൊലയാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ക്ഷേത്രം എന്ന് പറയുന്നതും പള്ളി എന്ന് പറയുന്നതും ചർച്ച് എന്ന് പറയുന്നതും മതേതരമല്ല. അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ആരാധനയ്ക്ക് ഉള്ള സ്ഥലമാണ്. ആണോ അല്ലേ? ആണോ? ക്ഷേത്രത്തിനകത്ത് പോയി ക്രിസ്തീയ ഗാനം പാടാനും ക്ഷേത്രത്തിനകത്ത് പോയി മറ്റ് പ്രവർത്തനങ്ങൾ, മറ്റ് സമുദായത്തിൻ്റെ ആചാരങ്ങൾ നടത്താനും പറ്റില്ല. അതുപോലെ തന്നെയാണ് പള്ളിക്കകത്ത് പോയി വിഷുക്കണി കാണിക്കാനും പറ്റില്ല, പള്ളിക്കകത്ത് പോയി നവരാത്രി വ്രതം എടുക്കാനും പറ്റില്ല. അത് ദ നെയിം ഇറ്റ് സെൽഫ് ഈസ് നോട്ട് സെക്യുലർ. അതായത് ക്ഷേത്രമാണ്, അത് സെക്യുലറാണ്, ഇത് ആക്ടിവിസത്തിനുള്ള ഇടമാണ് എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. ക്ഷേത്രം നിയമപരമായി നോക്കുകയാണെങ്കിലും അത് സെക്യുലർ അല്ല. ക്ഷേത്രം ഹിന്ദുക്കളുടേതാണ്. അതുപോലെ തന്നെ പള്ളി മുസ്ലിങ്ങളുടേതാണ്, ചർച്ച് ക്രിസ്ത്യാനികളുടേതാണ്. ഇതിനകത്ത് വരുന്ന ആൾക്കാർ ഒത്തിരി മനസ്സമാധാനത്തിന് വേണ്ടി അവിടെ ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ വരുന്നതാണ്. അപ്പോൾ കാണാൻ അതിനകത്ത് കയറി വന്നിട്ട് മറ്റൊന്നും മറിച്ചതും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്വസ്ഥത പോകും എന്നുള്ളത് കൊണ്ടാണ് അത് ക്ഷേത്രവും പള്ളിയും അമ്പലവും ഇങ്ങനെ വേർതിരിച്ച് മൂന്നാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ മതേതരമൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഒരു സ്ഥലം പോലെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ പാടാനായിട്ട് പറ്റില്ല. ഒരു ഗാനമേളയാണെങ്കിൽ അവർ പാടിക്കോട്ടെ. അമ്പലപ്പറമ്പിലൊക്കെ ഗാനമേള നടത്തുന്ന ടീംസ് ഉണ്ട്, അവർ എന്ത് പാട്ട് വേണമെങ്കിലും പാടിക്കോട്ടെ എന്നുള്ളതാണ്. പക്ഷേ ക്ഷേത്രത്തിനകത്ത് ഭജന എന്ന് പറഞ്ഞു വരുമ്പോൾ ക്രിസ്തീയ ഭക്തിഗാനം പാടുന്നത് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അവർ ക്ഷേത്രത്തിന് പുറത്താണ് അത് പാടിയതെന്ന് പറയുന്നത് എനിക്കൊരു പ്രശ്നവുമില്ല. ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ നിങ്ങളത് പാടിക്കും, ഒരു കാര്യമില്ല. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞ കാര്യം ഭജനയാണ്. ഭജന എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവന് അർപ്പിക്കുന്ന, ഭക്തിപൂർവ്വം അർപ്പിക്കുന്ന, ഹിന്ദുക്കൾ അർപ്പിക്കുന്ന ഗാന അർച്ചനയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനോട് ഞാൻ എന്തായാലും വിയോജിക്കുന്നുണ്ട്. ഭജന ഹിന്ദുക്കൾ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും ഭജന സംഘം ഇപ്പോൾ രൂപീകരിക്കുന്നുണ്ട്. അതിനുള്ള അവകാശം അവർക്കുണ്ട്. അവർക്ക് തോന്നുകയാണ് യവന്മാരുടെ മതത്തിലെ ഈ ഒരു സെറ്റപ്പ് കൊള്ളാം, നമുക്കിതങ്ങ് എടുത്താലും എന്ന് തോന്നുകയാണെങ്കിൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെയാണ് അവർ ഈ യോഗയൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റാനായിട്ടുള്ള ശ്രമം നടത്തിയത്. യോഗയൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ അടിച്ചുകൊണ്ട് പോകും എന്നുള്ളൊരു സെറ്റപ്പിൽ വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ
നമ്മുടെ നരേന്ദ്രമോദി വന്നിട്ട് ജൂൺ 21 യോഗാ ദിനമായിട്ടൊക്കെ പ്രഖ്യാപിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇത് നമ്മുടെ പതഞ്ജലി മഹർഷി ഉണ്ടാക്കിയാണ് കേട്ടോ എന്നൊക്കെ വിളിച്ചു പറഞ്ഞത്. അതിനു മുമ്പ് യേശുക്രിസ്തു പത്മാസനത്തിലിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നു തുടങ്ങിയായിരുന്നു. കുറച്ചുകൂടെ കഴിഞ്ഞെങ്കിൽ പതഞ്ജലി മഹർഷി അവിടെ നിർത്ത് മാറ്റിയിട്ട് യേശുവാണ് യോഗ കണ്ടുപിടിച്ചത് എന്നുള്ള സെറ്റപ്പിലോട്ട് കാര്യങ്ങൾ വന്നേനെ. ഇതൊക്കെ ഇവാഞ്ചലിസ്റ്റിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും നല്ലവരായിട്ടുള്ള ക്രിസ്ത്യാനികൾ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് അവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നന്ദഗോവിന്ദം ഭജൻസ് അങ്ങനെ ക്രിസ്ത്യൻ ഭക്തിഗാനവും അവരോട് ഭജനെ പാടുകയാണ്. അമ്പലത്തിനകത്ത് പാടേണ്ട, അമ്പലത്തിന് പുറത്ത് പാടിക്കുള്ളൂ, അതിൽ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ് പറയാനുള്ള കാര്യം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറിയിൽ ഞാൻ എൻ്റെ ഈ ടേക്ക് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് ഒരു 3 മിനിറ്റ് ഉണ്ട് ആ ഓഡിയോ ക്ലിപ്പ്, അത് കേൾക്കണം. അത് ഒരുപാട് എന്നെ ചിന്തിപ്പിച്ചു. അദ്ദേഹം ശാസ്ത്രീയമായിട്ട് സംഗീതം അഭ്യസിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് നന്ദഗോവിന്ദ ഭജൻസിന് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷേ അവർ ഇനിയും സംഗീതം അഭ്യസിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് വളരെ ആധികാരികമായിട്ട് എന്നോട് സംസാരിച്ചത്. നമുക്ക് ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം. ഈ നന്ദഗോവിന്ദം ഭജൻസിന്റെ കേസ് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളോട് ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. എന്താണ് നിങ്ങളുടെ ടേക്ക് എന്ന് ചോദിക്കണം സത്യമായിട്ട് ഞാൻ വിചാരിച്ചതാണ്. കാരണം എനിക്ക് സത്യം പറഞ്ഞാൽ ബേസിക്കലി ഇവരുമായി ഫ്ലറിഷ് ആയിട്ട് എന്നൊരു ടൈം ഉണ്ടായിരുന്നല്ലോ ഭയങ്കരമായിട്ട്. ആ സമയത്ത് പോലും എനിക്ക് ഇവരെ ഒട്ടും താല്പര്യമില്ലായിരുന്നു. വീട്ടിലൊക്കെ ഇങ്ങനെ അവരെ പൊക്കി കടന്ന് വീട്ടിൽ രാവിലെ വിളക്ക് വെച്ചിട്ട് ഇവരുടെ പാട്ടിടുക, ആ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാറ്റും, എന്തിനാ ഇത് ഈ കേട്ടോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ രീതിയിൽ മാറ്റും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് എന്താ നിനക്ക് ഇത്ര അവരോട് ദേഷ്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പരിപാടിയൊക്കെ കൊള്ളാം, പക്ഷെ അവർക്ക് പാടാനും കൂടെ അറിയുന്നിരുന്നെങ്കിൽ കൊള്ളാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഇങ്ങനെ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ, ഞാൻ അടിസ്ഥാനപരമായിട്ട് ഞാൻ സംഗീതം പഠിച്ചതാണ്. ഞാൻ കൊച്ചിലെ ഒരു 5 വർഷത്തോളം ഞാൻ പഠിച്ചതാണ്. അത്യാവശ്യം പാടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം നമുക്കിതിൻ്റെ സ്വരസ്ഥാനവും പരിപാടികളും ഒക്കെ അറിയാമല്ലോ. അതുപോലെ തന്നെ ഈ ഭജൻസ്, അതായത് കേട്ടിട്ടുണ്ടായിരിക്കും, ധനുഷ് കേട്ടിട്ടുണ്ടായിരിക്കും, രാഹുൽ വെല്ലാൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. രാഹുൽ വെല്ലാൽ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, ഭജൻസ് പാടുന്നൊരു പയ്യൻ. എന്ത് രസമാണെന്നറിയോ. അപ്പം ഞാൻ ഭജൻസ് കേൾക്കുന്നതെല്ലാം ആ ഒരു കാറ്റഗറി ഓഫ് പരിപാടികളൊക്കെയാണ്. അപ്പം അതൊക്കെ വെച്ചിട്ട് എനിക്ക് ഇവരെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവർ മറ്റേ സിനിമ പാട്ടൊക്കെ ഇടയ്ക്ക് കയറ്റുക എന്നൊക്കെ പറയുന്നത് തന്നെ എനിക്കൊട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂസിക് ജോണർ അത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സോൾ ഉണ്ടല്ലോ, അതിപ്പോൾ ഏത് രീതിയിലും ഡെലിവറി ചെയ്യാന്നുള്ളതാണ്. ഇവർ അങ്ങനെ കുറച്ച് എന്താ പറയണ്ട, കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെയൊക്കെയല്ലേ ഇവർ അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല. ഭജൻ എന്ന് പറയുമ്പോൾ അത് ഭജനായിട്ടിരിക്കണം. അത് ആ സത്യം പറയുന്നത് നല്ലൊരു പോയിന്റ്. അത് ഗാനമേള എന്നുള്ളൊരു നിലവാരം മാത്രമേ ഉള്ളൂ. അതും ഒരു ബിലോ ആവറേജ് ഗാനമേള എന്നുള്ളൊരു പരിപാടി മാത്രമേ അവരുടെ ഒരു ഔട്ട്പുട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ പറയണ്ട, ഇവരുടെ ഒരു ഗ്ലാമർ, ഇവരുടെ ഒരു പരിപാടികളൊക്കെ എല്ലാം കൂടെ ആദ്യം തന്നെ ഇത് വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ആകാൻ തുടങ്ങിയല്ലോ. അതിനുശേഷമാണല്ലോ ഇവർക്ക് ഇത്ര ഒരു ഗ്ലാമർ വന്നത്. അത് മെയിൻലി ഇട്ടതെല്ലാം പെണ്ണുങ്ങളാണ്, അല്ലെങ്കിൽ അമ്മമാരാണ്. അത് എന്താ പറയണ്ടേ, ഈ പൊതുവെ ഈ യൂത്ത്, അതായത് ഹിന്ദുക്കളുള്ള യുവതലമുറയിലുള്ള ആണുങ്ങൾക്ക് പൊതുവെ ഇങ്ങനെ, അതായത് ഈ ഭജന പോലുള്ള കാര്യങ്ങളിൽ താല്പര്യമില്ല എന്നൊക്കെയുള്ളൊരു പരാതി നമ്മുടെ അമ്മമാർക്കൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ നമ്മുടെ ഏജിലൊക്കെ ഉള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഭജനയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു അട്രാക്ഷൻ ഉണ്ടല്ലോ. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ അമ്മമാരെ പോലുള്ളവരെ ആകർഷിച്ചത്. അവരാണ് ആദ്യമായിട്ട് സ്റ്റാറ്റസ് ഇട്ടത്. പിന്നെ അതൊരു ഹിന്ദു യൂണിറ്റി പോലുള്ളൊരു പരിപാടിയൊക്കെ വന്ന് പിടിച്ചായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്കെതിരെ ഒരു വാർത്തയൊക്കെ വന്നില്ലായിരുന്നോ, എന്തുവാ, സംഘപരിവാരെല്ലാം കാക്കിയിടുന്നവരല്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു നറേഷനൊക്കെ വന്നിട്ട്, അങ്ങനൊരു ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു അവരെ അങ്ങൊരു സംഘിച്ചാപ്പ അടിക്കുന്നു എന്നൊരു തോന്നൽ ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇവർ ഈ എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഒരു സോഷ്യലിസ്റ്റിക് മനോഭാവം ഉണ്ടല്ലോ, അതിൽ കയറി പിടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അവരത് അവരുടെ കോർ ഓഡിയൻസിനെ നശിപ്പിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നു. കാരണം ഇനി അവർക്ക് അങ്ങനെ വലിയ ലൈഫ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ഇപ്പം കുറച്ച് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും കുറേ ആൾക്കാരെ അവർ വെറുപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഈ കാര്യം നിങ്ങളോട് ചോദിക്കണമെന്ന് തന്നെ വെച്ചതാണ്.